ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കോവയ്ക്ക കൊണ്ട് നമുക്കൊരു പുതിയൊരു കറി തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോവയ്ക്ക രണ്ടായി കട്ട് ചെയ്യുക, 2 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക, 2 പച്ചമുളക്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് അതിലോട്ട് തട്ടിക്കൊടുക്കുക. ശേഷം ആ ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ കോവയ്ക്കയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പ് ഇതിനിടയിൽ വെച്ച് അരപ്പ് തയ്യാറാക്കാം. വേറെ ഒന്നുമല്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇതിൽ ഇട്ടത് കൊണ്ട് നമുക്കതിടേണ്ട ആവശ്യമില്ല. തേങ്ങ, കറിവേപ്പില, 2 ചെറിയ ഉള്ളി എന്നീ ആവശ്യത്തിന് പുളി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് 1/4 ഭാഗം അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട കേട്ടോ, 1/4 ഭാഗം അരച്ചെടുത്താൽ മതി. അപ്പോൾ അരച്ചെടുത്ത് ഇതിലോട്ട് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനില്ലാത്ത ഒരു മീൻകറി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക.